നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അടുത്ത് ചോദ്യച്ചൊറിച്ചിലുമായി ചെന്ന ഏഷ്യാനെറ്റ് മാപ്രയോട് ഇന്നിപ്പോ സ്വരം കടിപ്പിച്ച് രണ്ട് വാചകങ്ങൾ പിണറായി പറഞ്ഞു. പറഞ്ഞതല്ല, പറയിച്ചതാണ്. അതിലൊരു ബഹുരസമായിട്ടുള്ള കാര്യമുണ്ട്. ഇന്നലെ എം സ്വരാജ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സ്വരാജ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതുപോലെ ചോദ്യച്ചൊറിച്ചിൽ നടത്തിയ സന്ദർഭത്തിൽ സ്വരാജും വളരെ കൃത്യമായിട്ട് അവരോട് മറുപടി പറഞ്ഞിട്ടും അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. എങ്ങനെ ബോധ്യപ്പെടും? ഏഷ്യാനെറ്റിൽ നിന്നല്ലേ വരുന്നത്, സ്വാഭാവികമായിട്ടും ഒരിക്കലും ബോധ്യപ്പെടില്ല. അപ്പോൾ ഇന്നലെ നിർത്തിയെടുത്തു നിന്നാണ് ഇന്നിപ്പോ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും സതീശനെ വെള്ളപൂശിയേ പറ്റുള്ളൂ. ആ പിടിവാശിയിൽ ഒരു ചോദ്യം ചോദിച്ച സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു മറുപടി പിണറായി പറഞ്ഞു നിർത്തിയത്. ശരിയായ ചർച്ച നടത്തി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ വന്ന പോരായ്മകൾ ഇത്തരമൊരു പ്രശ്നം രൂപപ്പെടുത്തുന്നതിനിടയാക്കി. ഇത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പരാമർശമാണ്. കുറച്ച് വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി അതിന് വേറെ കഴിയൊന്നും കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു, ആ കാര്യം മാത്രം നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. അത് ദേശം വിഷമമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരെ വിഷമാണ് ഞാൻ പറഞ്ഞത്. അവർക്കുള്ള വിഷമം നിങ്ങൾക്കുള്ള വിഷമാണെങ്കിൽ നിങ്ങൾക്കും ബാധക തന്നെ. കേട്ടല്ലോ, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വസ്തുത പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വസ്തുത ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കുറെ കഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിന് മറുപടി, അതായത് ഞങ്ങളെ സംതൃപ്തിപ്പെടുത്തണം, ഞങ്ങൾ ഉണ്ടാക്കിയ കഥകളെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾക്ക് വീണ്ടും ഉപകഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പുതിയ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും മറുപടി പറയാതെ പോവുകയോ അതിന് ഉത്തരമില്ലെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഉത്തരമില്ല എന്ന രീതിയിൽ ബ്രേക്കിംഗ് അടിക്കാനുള്ള ഇവരുടെ ഒരു ഉഡായിപ്പ് തന്ത്രമാണ് ഈ കാട്ടുന്നത്. എന്തായാലും പിണറായി വളരെ കൃത്യമായിട്ട് അതിൽ മറുപടി പറഞ്ഞു നിർത്തി. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ മാധ്യമ മേഖലയിൽ കുറേയേറെ കൂലിപ്പട്ടാളങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ചിലരാണ് ആവർത്തിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മനോരമക്കാരനും ഏഷ്യാനെറ്റുകാരിയും PM ശ്രീയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ വെളുപ്പിച്ചു കൊടുക്കണം. അതാണ് ഇന്നത്തെ ദൗത്യം. ആ ദൗത്യം ഏറ്റെടുത്ത് വന്നിട്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പിണറായി മറുപടി പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത് മരവിപ്പിച്ച് അവിടെ നിർത്തി. SSK ഫണ്ട് വേറെയാണ്, അതോടൊപ്പം തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഇപ്പൊ PM ശ്രീയുടെ കാര്യത്തിൽ ഇവർ എന്തിനാണ് മുന്നോട്ട് പോകുന്നത്? SSA ഫണ്ടിന്റെ കാര്യമാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് സദുദ്ദേശത്തോടു കൂടി അന്ന് ചെയ്തപ്പോൾ എതിർത്തവർ, അത് പോരാഞ്ഞിട്ട് ഇപ്പോ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പൈസയും വാങ്ങിയെടുക്കാൻ വേണ്ടി ഈ സർക്കാർ ഒരു കാര്യവും ചെയ്യാത്ത കാര്യത്തിൽ ഞങ്ങൾ ചെയ്യാമെന്നുള്ള നിലയ്ക്ക് അവർ ഈ PM ശ്രീയും പൊക്കിപ്പിടിച്ചിപ്പോൾ കേന്ദ്രത്തിന്റെ അടുത്ത് ചെന്നിട്ട് ആ ഫണ്ട് ഞങ്ങൾക്ക് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്തു തരേണ്ടത് സാറേ എന്ന രീതിയിൽ ചോദ്യം ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് പച്ച മലയാളത്തിൽ ഏതൊരു വ്യക്തിക്കും കേട്ടാൽ മനസ്സിലാകുന്ന ഭാഷയിൽ പിണറായി വിശദീകരിച്ചെടുത്താണ് ഈ ചോദ്യച്ചൊറിച്ചിൽ അരങ്ങേറിയത്. പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയമായ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ് വ്യക്തമായി ഏതാണ് SSK ഫണ്ടിനാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാമായിരുന്നില്ലേ? എന്തിനാണ് PM ശ്രീ എന്ന അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പം PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തൃപ്തിപ്പെടുന്നത്? PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ലാലോ, ഇപ്പൊ നടപ്പാകുന്നില്ലാലോ. ഇപ്പൊ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടപ്പാകൂ. എന്തിനാണ് അതിന് പോകുന്നത്? ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ പോരെ? PM ശ്രീ പദ്ധതി നടപ്പാകില്ലാലോ. ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ PM ശ്രീ പദ്ധതി നടപ്പാകില്ലാലോ. എന്തിനാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമായി നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നത്? നിങ്ങൾ അതിനെ ശക്തമായി എതിർത്തതല്ലേ? MOU ഒപ്പിട്ടത് കേന്ദ്രമാണ്. അപ്പം MOU ഒപ്പിട്ട ശേഷം നമ്മളിപ്പോൾ പറഞ്ഞ LJP ഇപ്പോഴത്തെ വാദം MOU റദ്ദാക്കി ധാരണാപത്രത്തെ പിന്മാറി, അതുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ആ MOU തന്നെ പറയുന്നത് ഇതിന് പിന്മാറാനുള്ള റൈറ്റ് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റിന് റൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ പിന്മാറി എന്ന് പറയുന്നത് ടെക്നിക്കലി പിന്മാറി എന്ന് പറഞ്ഞാൽ പോലും അത് ആ പ്രൊസീജിയർ ഇവിടെ കിടക്കുകയാണ്. അതാണ് UDF പറയുന്നത്. എന്നാൽ 2025 മുതലൊന്നും നടന്നില്ലാലോ. അപ്പൊ അതിന് നമ്മൾ കാണേണ്ടത്, നമ്മൾ അന്ന് ചെയ്തത് സതുദ്ദേശത്തോടെയാണ്. ആ സതുദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിച്ചത്. ആ മരവിപ്പിച്ച കാര്യം അവിടെ കിടക്കുകയാണ്. ഞങ്ങളായിരുന്നു വീണ്ടും അധികാരത്തിൽ വന്നെങ്കിൽ ആ മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെ അവിടെ കിടക്കും. അതിന്റെ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പ്രശ്നം ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. നിങ്ങൾ എന്തിനാണ് പുതിയ നിർദ്ദേശത്തെ പറ്റി ഇപ്പൊ ആലോചിക്കുന്നത്? എന്തിനാണ് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമീപിക്കുന്നത്? അപ്പൊ മാത്രമേ നടപ്പാക്കാനാവൂ.
ഒരു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഉത്തരവാദിത്തമില്ല. അവരാണ് ശക്തമായിട്ട് അതുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് നടപ്പാക്കുമ്പോൾ തിരുത്താനുള്ള ഉത്തരവാദിത്തത്തേക്ക് ലീഗിലില്ലേ? ലീഗിന്റെ മന്ത്രി മുഖേനയല്ലേ ഇത് നടപ്പാക്കാൻ തന്നെ നോക്കുന്നത്. ലീഗിന്റെ മന്ത്രിയാണല്ലോ പൊതുവിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗമായിട്ടാണല്ലോ ഈ PMC ഒക്കെ വരുന്നത്. ആ പൊതുവിദ്യാഭ്യാസ മന്ത്രി മുഖേനയാണല്ലോ ഇത് നടപ്പാക്കാൻ നോക്കുന്നത്. ആ കാര്യങ്ങൾ അവർ പറയേണ്ടതാണ്. അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞവര് എങ്ങനെയാണ് ഇപ്പോൾ നടപ്പാക്കുന്നതിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്താണ് അവരാലോചിക്കേണ്ടത്. ഒരു ഈ കാര്യം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട വാദം CPI ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് BJP-യുമായി അന്തർധാര ഉണ്ടാക്കിയത് UDF-ന്റെ പ്രചാരണയിലേക്ക് സഹായകമായ ഒന്നായി. ഇക്കാര്യത്തിൽ ശരിയായ ചർച്ച നടത്തി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ വന്ന പോരായ്മകൾ ഇത്തരമൊരു പ്രശ്നം രൂപപ്പെടുത്തുന്നതിനിടയാക്കി. ഇത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പരാമർശമാണ്. കുറച്ച് വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി അതിന് വേറെ കഴിയൊന്നും കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു, ആ കാര്യം മാത്രം നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. അത് ദേശം വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക്. അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരെ വിഷമാണ് ഞാൻ പറഞ്ഞത്. അവർക്കുള്ള വിഷമം നിങ്ങൾക്കുള്ള വിഷമാണെങ്കിൽ നിങ്ങൾക്കും ബാധകം തന്നെ. LDF-ന് റൈറ്റ് ഉണ്ട്, നടപ്പാക്കിയിട്ടില്ലല്ലോ. LDF-ന് റൈറ്റ് ഉണ്ട്. LDF-ന് റൈറ്റ് എന്താ? LDF ഇത് മരവിപ്പിച്ചതാണ്. ആ മരവിപ്പിച്ചതിന് ശേഷം ഒരു കാര്യവും നടന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇതെല്ലാം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ്. അതെന്ത് അടിസ്ഥാനത്തിലാണ് എന്താണ് ചോദിക്കേണ്ടത്? ഒപ്പിട്ട നടപടിയിൽ പുനഃപരിശോധന വേണോ ഈ പാർട്ടി റിപ്പോർട്ട് അനുസരിച്ച്? അല്ല, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകകക്ഷിയെ CPI-യെ പോലും ഇട്ട് നിർത്തി മന്ത്രിസഭയോട് CPI-യോട് പറയാതെ CPM മുന്നേ എടുത്ത് പ്രത്യേകിച്ച് അങ്ങ് മുന്നേ എടുത്ത് ഒപ്പിട്ടുന്ന ആക്ഷേപമാണ് അതുപോലെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് റൈറ്റ് ഉണ്ടോ UDF-നെ കുറ്റപ്പെടുത്താൻ എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, അതിന് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് നിങ്ങളുടെ പ്രത്യേക വീക്ഷണം കൊണ്ടാണ്. മറ്റെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിന്? കണ്ടല്ലോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അന്നത്തെ സന്ദർഭത്തിൽ വിവാദമായ പശ്ചാത്തലത്തിൽ SSA ഫണ്ട് അത് ഒരുപാട് പേർ ആശ്രയിക്കുന്ന ഫണ്ടായതുകൊണ്ടാണ് അക്കാര്യത്തിൽ ആ ഫണ്ട് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി പേർ ബുദ്ധിമുട്ടുമെന്ന് കരുതിയത്. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് PM-ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ടോ സ്കൂളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഈ സർക്കാർ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അത് കേന്ദ്ര സർക്കാർ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകാനില്ല എന്ന രീതിയിൽ മരവിപ്പിച്ചതായിട്ട് ലെറ്റർ കൊടുത്തു. ഒരു കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഏതൊരു വിഷയത്തിലും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞാൽ പിന്നീട് അതിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ ഇരിക്കുന്ന ചക്രവർത്തിമാരല്ലല്ലോ തൂക്കിക്കൊല്ലാൻ. പക്ഷേ നമുക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. പ്രീണിപ്പിച്ച് അവരെ കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തി കൊടുത്തിട്ട് അവരെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുമല്ലോ, അതെങ്ങനെ വാങ്ങിയെടുക്കണം. അതിനു വേണ്ടിയുള്ള വൃത്തികെട്ട കളിയാണ് ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് മേനോൻ സതീശൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളിയെ കൃത്യമായിട്ട് വെള്ള പൂശിക്കൊണ്ട് ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള കൂലിത്തൊഴിലാണ് നമ്മുടെ ഈ ഏഷ്യാനെറ്റ് മനോരമ മാപ്രകൾക്കുള്ളത്. ആ പണിയെടുത്തതാണ് നിങ്ങൾ കണ്ടത്. ഇന്നലെ സ്വരാജിന്റെ വാർത്താ സമ്മേളനത്തിൽ കാണിച്ച അതേ ഊളത്തരമാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടത്. അതുകൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തൂ. നമ്മുടെ മേനോൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പോയാൽ ഇവർക്ക് നാക്കുമില്ല, മൂക്കുമില്ല, അനക്കവുമില്ല. ഇവരുടെ ചോദ്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കേൾക്കാറുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനുകൂടി ഉത്തരം കിട്ടും. പൊതുസമൂഹത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വാക്കിലല്ല. താങ്കൾ നേരത്തെയും ഒരു വാക്കിൽ പിടിച്ചാണ് നിങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾക്ക് ആഴത്തിലേക്ക് പോയി. അതിനകത്ത് എന്താണ് ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്ക് മനസ്സിലാകാതിരിക്കാൻ മാത്രമുള്ള ഒരു അതൊന്നും ഇല്ലാന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. എന്ത് മുൻകരുതൽ SSK ഫണ്ടിന്റെ പേരിലാണെങ്കിലും PM-ശ്രീ പദ്ധതിയില്ലാതെ കരാറിൽ ഒപ്പിടാമെന്ന് കേരളം തീരുമാനിക്കുമ്പോൾ അന്ന് ഭരിച്ച ഇടത് സർക്കാർ ഈ കാവ്യവൽക്കരണം എന്ന ഭീതിയെ തടയാൻ എന്ത് മുൻകരുതൽ എടുത്തു? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ചോദ്യം കറക്റ്റായി. പറഞ്ഞു വിശ്വസിപ്പിച്ചെന്ന് പറയുമ്പോ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് വരും. ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിരോധമില്ല. അതിനുള്ള മറുപടി ഇതാണ്. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അതിന്റെ അപകടം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്ന ചോദ്യം ആ രീതിയിൽ അങ്ങനെ വിശാലം അങ്ങനെയല്ല. രണ്ടിനും രണ്ടർത്ഥമാണുള്ളത്. അത് അങ്ങനെ വിശാലാർത്ഥത്തിൽ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ല, എന്റെ ചോദ്യം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലല്ല. നിങ്ങൾ ദീർഘമായി ചോദിച്ചു, ഞാൻ മറുപടി പറയുമ്പോ കേൾക്കണോ? അതൊരു പരസ്പര ബഹുമാനത്തിന്റെ ഭാഗം. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ മലയാള വാക്കിന്റെ അർത്ഥം അയഥാർത്ഥമായ ഒരു കാര്യത്തെ മറ്റൊരു തരത്തിൽ വിശ്വസിപ്പിച്ചു എന്നാണ്. അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറയാം. അത് പോട്ടെ, നമ്മൾ ആ കാര്യം തർക്കിക്കേണ്ട ഒരു വിഷയമല്ല, അതൊരു മാറ്റർ അല്ല. കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ചോദ്യത്തിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ
എന്ത് മുൻകരുതലാണ് അല്ലെങ്കിൽ നടപടിയാണ് ഈ കാവ്യവൽക്കരണം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വീകരിച്ചതെന്നല്ലേ ചോദ്യം. അതിന്റെ മറുപടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യക്തമാകാത്തതാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ട പദ്ധതി അല്ല എന്നാണ് മറുപടി. ന്യായമാണ് ഒരു കേന്ദ്ര രണ്ട് സർക്കാരുകൾ തമ്മിൽ ന്യായം പറയുന്നതൊക്കെ വ്യക്തികൾക്ക് അനുസരിച്ചല്ല. നിങ്ങൾക്ക് ന്യായമായി തോന്നില്ല? അതിങ്ങനെയാണ് ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി വളരെ ആലോചനകൾക്ക് ശേഷം അല്ലെങ്കിൽ വളരെ വലിയ സമരങ്ങൾക്കൊടുവിൽ അത് മുന്നണിക്കെടുത്ത തർക്കങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, അതിൽ ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ ഈ കാവ്യവൽക്കരണ ഭീതിയെ ചെറുക്കാൻ എന്ത് ചെയ്തു, എന്ത് നടപടിയെടുത്തു? അതിലെങ്ങനെയാണ് ഒപ്പിട്ട് നടപ്പാക്കാൻ വേണ്ടി അല്ലാതെ ഒപ്പിട്ടതെന്ന് എങ്ങനെയാണ് പറയാ? നിങ്ങളുടെ അഭിപ്രായങ്ങളായി നിൽക്കട്ടെ. അതിനെ തൃപ്തിപ്പെടുത്താൻ അല്ലല്ല പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ വിലയിരുത്തലും നിങ്ങൾ അതിനെ അങ്ങനെ വിലയിരുത്തുന്നു, ഞങ്ങൾ അതിനെ അങ്ങനെ അല്ല വിലയിരുത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒപ്പിട്ട ഉടനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ തുടർ നടപടികളിലേക്ക് കടക്കണം എന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളം കൊടുത്ത മറുപടി ഉടനടി തുടർ നടപടികളിലേക്ക് കടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയട്ടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടി കൊടുക്കുന്നു. അതിനുശേഷം മന്ത്രിയും സംഘവും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് PM ശ്രീ പദ്ധതിയെ ഒരു പദ്ധതി എന്ന നിലയിൽ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. പകരം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള SS ഫണ്ട്, സമഗ്ര ശിക്ഷാ ഫണ്ട് ലഭിക്കണം എന്ന നിലയും പറയുന്നു. അപ്പൊ ഒപ്പിട്ടില്ലെങ്കിൽ, പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് ലഭിക്കുന്നതല്ല എന്ന് കൃത്യമായി മനസ്സിലാവുന്ന ഘട്ടത്തിൽ പദ്ധതി, അപ്പോഴേക്ക് മറ്റു പല പശ്ചാത്തലമുണ്ട്, പദ്ധതി നടപ്പാക്കാൻ ഈ MOU നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് കത്തും കൊടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യം അപ്രസക്താണ്. നിങ്ങൾക്ക് ബോധ്യമായിക്കോണമെന്നില്ല. എനിക്ക് എന്റെ മറുപടി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യമാണ്. എന്റെ ബോധ്യമല്ല, അത് നിങ്ങളുടെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിക്ക് പോലും ബോധ്യമാക്കുന്നതുകൊണ്ടാണ് പിന്മാറേണ്ടത്. അല്ല, അത് പഴയൊരു കാര്യമാണ്. പിന്മാറിയ കാര്യവും ഈ നിർത്തലാക്കിയ കാര്യവും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥയായിട്ട് തലയൊക്കെ ആട്ടുന്നത്? ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യവും കേട്ട് ക്ഷമയോടെ ഇരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയും. പിന്നെ നിങ്ങൾ തർക്കിക്കാൻ തയ്യാറായിട്ടാണെങ്കിൽ നിങ്ങൾ അതും ആയിക്കോട്ടെ, പറഞ്ഞോളൂ. പറഞ്ഞു. നിങ്ങളുടെ വ്യക്തത നിങ്ങളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചാൽ ഒരുപാട് സമയം എടുക്കും. ഞാൻ തയ്യാറാണ്, കാരണം എനിക്കിപ്പോ പെട്ടെന്ന് എങ്ങോട്ടേലും പോകാനില്ല. നമുക്ക് അങ്ങനെ തുടരാം. ശരി, നിങ്ങൾ ചോദിച്ചു. ഇനി എന്തെങ്കിലും ചോദിച്ചു. വ്യക്തത നിങ്ങൾക്കുണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. അത് ഞാൻ അതിനെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്, എനിക്കതിൽ വ്യത്യസ്തമായ ഒരു നിലപാടാണ്. ഞാൻ എന്റെ നിലപാട് വിശദീകരിക്കുന്നു. നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങളുടെ നിലപാടിലേക്ക് ഞാൻ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അത് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. എനിക്ക് എന്റെയും നിങ്ങൾക്ക് നിങ്ങളുടെയും നിലപാടും ബോധ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങൾ നിൽക്കൂ. ഞാൻ CPM-ന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരേ അഭിപ്രായം ആവില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പല്ലേ? മുൻവിധിയാണോ? ഞാൻ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ അങ്ങനെ അറിയുകയില്ലല്ലോ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഇനി വ്യക്തമായി പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ട് നിലപാടാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ എല്ലാ കാര്യത്തിലും.